ഒരു സംസ്ഥാനത്ത് ദേവിക്ക് മട്ടൻ നിവേദ്യം നൽകുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ദുർഗാപൂജയിൽ മീൻ വിഭവങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതേ സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ നൽകിയിരുന്ന മുട്ട ഒഴിവാക്കപ്പെടുന്നു എന്ന വാർത്ത വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഉയർന്നിരിക്കുന്ന വിവാദം അതാണ്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ സ്കൂളുകളിലെ മിഡ് ഡേ മീൽ പദ്ധതി നടത്തിപ്പിനായി ഇസ്കോണിനെ സർക്കാർ ചുമതലപ്പെടുത്തിയോടെയാണ് വിവാദം ആരംഭിച്ചത്. ഇസ്കോൺ പിന്തുടരുന്നത് കർശന സസ്യാഹാര രീതിയാണ്. അതിനാൽ സ്കൂൾ ഭക്ഷണത്തിലുണ്ടായിരുന്ന മുട്ടകൾക്ക് പകരം രാജ്മ, പനീർ, സോയാബീൻ തുടങ്ങിയവ നൽകുമെന്നാണ് അറിയിച്ചത്. ഇവിടെയാണ് ചോദ്യമുയരുന്നത്, സസ്യാഹാരം തെറ്റാണോ? അല്ല. രാജ്മയിലും പനീറിലും പ്രോട്ടീൻ ഇല്ലേ? ഉണ്ട്. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ വലിയൊരു വിഭാഗം സാമ്പത്തികമായി പിന്നാക്ക കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പല കുട്ടികൾക്കും ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം സ്കൂളുകളിലെ ഈ ഉച്ചഭക്ഷണമാണ്. അത്തരത്തിൽ കുറഞ്ഞ ചെലവിൽ ലഭ്യമായ മികച്ച പ്രോട്ടീൻ ഉറവിടങ്ങളിലൊന്നായ മുട്ട ഒഴിവാക്കുന്നതിനെതിരെ പോഷകാഹാര വിദഗ്ധരും പ്രതിപക്ഷവും വിമർശനം ഉന്നയിക്കുകയാണ്. ഈ വിവാദം ഭക്ഷണത്തെക്കുറിച്ചുള്ളത് മാത്രമല്ല, ഇത് സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ചുള്ള ചർച്ചയായി മാറിയിരിക്കുകയാണ്. കാരണം പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാംസാഹാര സംസ്കാരമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ബംഗാളി കുടുംബങ്ങളിൽ മീനും മാംസവും സാധാരണ ഭക്ഷണമാണ്. ദുർഗാപൂജയിലും കാളിപൂജയിലും പോലും മാംസാഹാരത്തിന് വലിയ സ്ഥാനമുണ്ട്. ദുർഗാദേവിക്ക് മീൻ നിവേദ്യം നൽകുന്നതും കാളിക്ക് മട്ടൺ സമർപ്പിക്കുന്നതും അവിടുത്തെ ചില പാരമ്പര്യ ആചാരങ്ങളുടെ ഭാഗമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് വിമർശകർ ചോദിക്കുന്നത്, ദേവിക്ക് മട്ടൺ കൊടുക്കുന്നത് വിശ്വാസമെങ്കിൽ കുട്ടിക്ക് മുട്ട കൊടുക്കുന്നത് എന്തുകൊണ്ട് പ്രശ്നമാകുന്നു? ഇത് രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് സംസ്ഥാനത്ത് നിർബന്ധിത സസ്യാഹാര സംസ്കാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ്. ചില നേതാക്കൾ കുട്ടികളുടെ പോഷകാഹാരാവകാശം നഷ്ടപ്പെടുകയാണെന്നും ആരോപിച്ചു. അതേസമയം സർക്കാർ പറയുന്നതും മറ്റൊന്നാണ്. മുട്ട മാത്രമല്ല പോഷകാഹാരത്തിൻ്റെ ഉറവിടം. രാജ്മ, പനീർ, സോയാബീൻ തുടങ്ങിയവയും പ്രോട്ടീൻ നൽകും. അതിനാൽ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. എന്നാൽ ഇവിടെ ശാസ്ത്രം എന്താണ് പറയുന്നത്? പോഷകാഹാര വിദഗ്ധർ പറയുന്നത് മുട്ടയിൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനും വിറ്റാമിൻ B12 ഉൾപ്പെടെയുള്ള പ്രധാന പോഷക ഘടകങ്ങളുണ്ടെന്നാണ്. പ്രത്യേകിച്ച് വളർന്ന കുട്ടികൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കും മുട്ട വളരെ ഗുണകരമാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ബംഗാളിലെ ആരോഗ്യ സൂചികകളും ചർച്ചയാകുന്നുണ്ട്. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം സ്ത്രീകളിൽ രക്തക്കുറവും കുട്ടികളിൽ പോഷകാഹാരക്കുറവും ഇപ്പോഴും വലിയ വെല്ലുവിളികളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മുട്ട ഒഴിവാക്കുന്നത് ശരിയായ തീരുമാനമാണോ എന്നതാണ് ഇപ്പോൾ ചോദ്യം. സോഷ്യൽ മീഡിയയിലും വിഷയം വലിയ ചർച്ചയായി. പല ബംഗാളി ഉപയോക്താക്കളും ക്യാൻറ്റീനിൽ മീനും മുട്ടയും നൽകുന്ന സംസ്ഥാനത്ത് കുട്ടികൾക്ക് അത് നിഷേധിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമുയർത്തി. കുട്ടികളുടെ ആരോഗ്യത്തേക്കാൾ പ്രതീകാത്മക രാഷ്ട്രീയം പ്രധാനമാകരുതെന്നും നിരവധി പ്രതികരണങ്ങൾ ഉയർന്നു. ഇവിടെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഇന്ത്യയിൽ ഭക്ഷണരീതി ഒരേപോലെയല്ല. രാജസ്ഥാനിലോ ഗുജറാത്തിലോ സാധാരണമായ സസ്യാഹാര സംസ്കാരം ബംഗാളിൽ സാധാരണമല്ല. കേരളത്തിലും ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ മത്സ്യവും മാംസവും പതിവ് ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ മതപരമോ സാംസ്കാരികമോ ആയ ഭക്ഷണ രീതിയെ മറ്റൊരു സംസ്ഥാനത്ത് മാതൃകയാക്കാൻ ശ്രമിക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ബംഗാളിലെ ഈ വിവാദവും അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അവസാന ചോദ്യം വളരെ ലളിതമാണ്. കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം ഉറപ്പാക്കുകയാണോ പ്രധാനം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭക്ഷണരീതി പ്രോത്സാഹിപ്പിക്കുകയാണോ പ്രാധാന്യം? മുട്ടയ്ക്ക് പകരം നൽകുന്ന ഭക്ഷണങ്ങൾ അതേ നിലവാരത്തിലുള്ള പോഷകമൂല്യം നൽകുമോ? അത് യഥാർത്ഥത്തിൽ കുട്ടികളിലേക്ക് എത്തുമോ? ഇതെല്ലാം വരും ദിവസങ്ങൾ കൂടുതൽ ചർച്ചയാകും. എന്നാൽ ഇപ്പോൾ ബംഗാളിൽ മുഴുകുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്. കാളിക്ക് മട്ടണും ദുർഗയ്ക്ക് മീനും, എന്നാൽ സ്കൂൾ കുട്ടിക്ക് ഒരു മുട്ട പോലും അധികമായി പോയോ?